ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ മഴയുള്ള ഒരു ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തിങ്കളാഴ്ചയും. ശനി ഞായർ തിങ്കളൊക്കെ റെഡ് അലേർട്ടാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ സ്കൂളില്ല. അപ്പോൾ പിന്നെ കുറച്ചധികം വൈകിട്ടാണ് ഇന്ന് എണീറ്റിട്ടുള്ളത്. 9 മണി കഴിഞ്ഞിട്ടുണ്ട്. എണീറ്റിട്ടുണ്ടായിരുന്നു. ഫോണിൽ ഓരോ വീഡിയോസൊക്കെ നോക്കി അങ്ങനെ ടൈം പോയതാണ്. പുറത്തിപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ കളക്ടർ അവധി പറയുന്ന ദിവസമൊന്നും വല്ലാതെ മഴ പെയ്യലില്ല. ഇന്നിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരെ വൈകിയ കാരണം ഈസി ആയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മഴ ആയ കാരണം കൊണ്ടാണ് തോന്നുന്നു വാതിലൊക്കെ തുറക്കുമ്പോൾ നല്ല ടൈറ്റ്, ഒരു ബുദ്ധിമുട്ടുണ്ട് തുറക്കാൻ. അപ്പോൾ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുക എന്നുള്ളതിന് ഏറ്റവും എളുപ്പം ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ തലേന്നത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി ആരും കൂട്ടിയിട്ടില്ല കേട്ടോ, ഞാൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇന്നലെ കുറച്ച് ചക്കര ജിലേബി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് ഉപ്പുമാവ് കഴിക്കാനാണ് ടേസ്റ്റ് ചെയ്തിട്ട് അവരൊക്കെ അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. മോളെ എണീറ്റിട്ടില്ല. ഇനിയിപ്പോൾ ഉച്ചത്തേക്ക് എന്താ ഉണ്ടാക്കുകയെന്ന് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ സ്കൂളില്ലാത്ത സമയത്ത് വിശപ്പ് കൂടില്ല. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റേത് എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. സ്കൂളില്ലാത്തതുകൊണ്ട് മോനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണ് ഇന്ന് ഉച്ചത്തേക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം കുറച്ച് പച്ചക്കറി, കുറച്ച് ചിക്കനൊക്കെ എല്ലാം കുറച്ചേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് തട്ടിക്കൂട്ടി പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചെറിയ കഷ്ണം കാബേജ്, ക്യാരറ്റ്, ബീൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു ബീട്രൂട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായിരുന്നു കൊണ്ടുവന്നിട്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പുറത്തിപ്പോഴും നല്ല മഴ തന്നെയാണ് കേട്ടോ, മഴ നിൽക്കുന്നില്ല. ബീട്രൂട്ട് വെന്ത് വന്ന് തൈരൊക്കെ ഒഴിച്ച് തേങ്ങ ഒക്കെ ചേർത്തപ്പോൾ ഈ കളറായിട്ട് ഓറഞ്ച് കളറായിട്ടുണ്ട്. സംഭവം ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി. പിന്നെ പൊതിച്ചോറിന് തേങ്ങാ ചമ്മന്തി വേണമല്ലോ. അപ്പോൾ പിന്നെ മുളകും ചെറിയുള്ളൊക്കെ ചേർത്തിട്ട് ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കലാണ്. അപ്പോൾ ഇവിടെ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഐറ്റം മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് പൊതിയാനുള്ള വാഴൻ്റെ ഇല എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. വാഴൻ്റെ ഇലകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒക്കെ കീറി പൊതിയാൻ പറ്റാത്ത രൂപത്തിലാണ്. അപ്പോൾ നല്ലപോലെ ഉള്ളതൊക്കെ നല്ല ഉയരത്തിലാണ്. അപ്പോൾ പിന്നെ ലാഡർ വെച്ചിട്ട് കയറിയിട്ട് എടുക്കുകയാണ് കേട്ടോ. വാഴൻ്റെ ഇല പൊട്ടിച്ചപ്പോൾ ആദ്യമൊന്ന് ചാടിയതാണ് കേട്ടോ ഈ ഒരു പ്രാണി. ഇലൻ്റെ കളർ തന്നെ ഇങ്ങനത്തെ വേറൊരു കളർ ഞാൻ കണ്ടിട്ടുണ്ട്. മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലൻ്റെ അടിയിൽ നിന്നതേന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ മഴ കൊള്ളണുണ്ടപ്പോൾ പാവം തോന്നി. അപ്പോൾ അതിനെ ഞാൻ കുറച്ച് പരിശ്രമത്തിലൂടെ അതിനെ ഞാൻ എടുത്തിട്ട് വേറൊരു ഇലമക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ട് പൊതിയാനുള്ള പരിപാടിയിലാണ്.
അങ്ങനെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അകത്തേക്ക് വന്നിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലോണം മഴ ചീതം വന്നിട്ട് വെള്ളം നിൽക്കൂട്ട. അപ്പോൾ പിന്നെ മഴ ചെയ്യുമ്പോൾ ഞാൻ ഈ ഭാഗം എല്ലാം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുകയാണ്. ഇന്നലെ തുടച്ചിട്ടുണ്ട്, അപ്പം ഒന്ന് അടിച്ചു വാരിയിടാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ ജിമ്മിന് പോവുകയാണ് കേട്ടോ. ജിമ്മിന് പോകുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തില്ലേ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, ഞാനോളും കൂടിയാണ് പോകൽ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എന്തോ ഭാഗ്യത്തിന് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂട്ടിലാണ് പോണത്. അങ്ങനെ ഇപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ടാസ്ക് പരിപാടി, അതായത് മോളെ ഹോംവർക്ക് ചെയ്യിപ്പിക്കൽ. അവളെ ഈ വർഷം സ്കൂളിൽ ചേർത്തിയിട്ടുള്ളൂ. പക്ഷെ എന്താണോ ഭയങ്കര വർക്ക് ഫുള്ള് വീട്ടിലേക്കാണ് ടീച്ചേഴ്സ് കൊടുത്തു വിടുന്നത്. ഇപ്പോൾ ഒരു ചെറിയ മക്കളായ കാരണം അവരെ പഠിപ്പിച്ചെടുക്കാൻ നല്ല പണിയാണ്, കുറേ ടൈം വേണം. പേരൻസിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു സാൻഡ്വിച്ചിൻ്റെ ചിക്കനൊക്കെ പുഴുങ്ങിയിട്ട്. കുറച്ച് മുമ്പുള്ളതാണ്, കുറേ ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് അതാക്കാം സ്പെഷ്യൽ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മാംഗോ ഇളനീരും കൂടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.